എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ മുട്ട പൊരിക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 4 നാടൻ മുട്ട എടുത്തിട്ടുണ്ട്. പകുതി സവാള കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, സ്വല്പം തേങ്ങ, 2 സ്പൂൺ തേങ്ങയും കൂടെ ഇടുന്നത് നല്ലതാണ്. തേങ്ങയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നാടൻ മുട്ടയാണ്, നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ഞാൻ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം. മുട്ട അടിച്ച് പതപ്പിക്കണം. അപ്പോഴാണ് മുട്ട പൊരിക്കുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും. ഇനി ഒരു ചട്ടി നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. നമുക്കൊരു ഇരുമ്പിലെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊരിക്കാനൊന്നും ആർക്കും അറിഞ്ഞുകൂടാതില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കൂടി കാണിക്കുന്നതാണ്. ഒരു വശം റെഡി ആവുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അടുത്തത് ഇത് രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ പൊടിയൊക്കെയാണ്, അതങ്ങ് നീക്കിക്കളയണം. ഇതും ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. എത്ര പേര് ഇതേ രീതിയിലാണ് മുട്ട പൊരിക്കുന്നത്. ചിലർ തേങ്ങ ഇടും, ചിലർ തേങ്ങ ഇടില്ല. ഞാനിവിടെ തേങ്ങ ഇട്ടാണ് മുട്ട പൊരിക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്യാം.